ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു വറുത്തരച്ച മഷ്റൂം കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 4-5 ചെറിയ ഉള്ളിയാണ് വേണ്ടത്. അതുപോലെ 1-2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഹോൾ സ്പൈസസ് ഞാൻ എടുത്തിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം, 2 ഏലക്ക, അതുപോലെ തന്നെ 3 ഗ്രാമ്പു, ചെറിയ 2-3 പീസ് പട്ടയാണ്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വറ്റൽ മുളകാണ്. അതൊരു 7-8 വറ്റൽ മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയാണ് എടുത്തിരിക്കുന്നത്, പച്ചമല്ലിയാണ്. പിന്നെ അതുപോലെ തന്നെ 1 തണ്ട് കറിവേപ്പില, ഇത്രയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. വറ്റൽമുളക് ഞാൻ നല്ല എരിവുള്ള വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എണ്ണം ഒരു 7 എന്നുള്ളത് 9 വരെയൊക്കെ ആവാം. ഇനി അതല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു നല്ല ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്ന വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട്, ഞാൻ അരച്ചെടുക്കുന്നില്ല, ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മഷ്റൂം ഞാൻ എടുത്തിട്ടുള്ളത് 250 ഗ്രാമിൻ്റെ 2 ബോക്സാണ്. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മൺചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും അതുപോലെ 1 ടീസ്പൂൺ അളവിൽ കടുകും ചേർക്കണം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ തേങ്ങാക്കൊത്തിൻ്റെ നിറം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ തന്നെ പച്ചമുളക് ഒരു 4-5 പച്ചമുളക് ഒന്ന് നടുകെ കീറിയതും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 10 മുതൽ 15 വരെ ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്തത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇതിൻ്റെ പുറത്തെ ഉള്ള ആ പീലൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്, എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മഷ്റൂം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിന് മുമ്പ് 2 വീഡിയോസിലായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മളെ മഷ്റൂം ബിരിയാണി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മഷ്റൂം കുറുമ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള വെള്ളമാണിത്. നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ ആ ഒരു മിക്സാണിത്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ വെള്ളം ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലതുപോലെ അരച്ചെടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെയുള്ള ഈ ഓയിൽ ഇറങ്ങി വന്നിട്ട് അത് പേസ്റ്റ് പോലാവും. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഞാൻ ആ തേങ്ങയുടെ മിക്സ് ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ അടച്ചു വെച്ച് കറി ഒന്ന് കുറുകി വരുന്നവരെ ഒരു 6-7 മിനിറ്റ് നല്ലതുപോലെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. നല്ല കുത്തരി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരുപാട് നാളുകളായി. ഇത് എഡിറ്റ് ചെയ്ത് ഇടാൻ വൈകിയതാണ്. അപ്പോൾ ഇതാണ് കറിയുടെ ഫൈനലായിട്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ല തിക്കായിട്ടിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.